പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 അവസാനിക്കുന്നതിനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. ഈ ദിവസങ്ങൾക്കുള്ളിൽ ലോട്ടറി ഭാഗ്യത്തിലൂടെ സാമ്പത്തിക ഉന്നതി കൈവരിക്കാൻ സാധ്യതയുള്ള നക്ഷത്രജാതകരെക്കുറിച്ചും അവരുടെ ഭാഗ്യസംഖ്യകളും അവരുടെ ഗ്രഹസ്ഥാനവും ഈ നക്ഷത്രക്കാർക്ക് വരുന്ന അനുകൂല സാഹചര്യങ്ങളും എല്ലാം നമുക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ചാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ കുജനും ഭാഗ്യത്തിൽ ശുക്രനും തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു ലോട്ടറി പരീക്ഷണം നടത്തിയാൽ വിജയസാധ്യത കൂടുതലാണ്. സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിക്കാൻ സാധിക്കും. 16, 31 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ലോട്ടറികൾ കിട്ടിയാൽ തിരഞ്ഞെടുക്കാൻ മടി കാണിക്കാതിരിക്കുക. ഇത് നിങ്ങളെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കും. ഇവർക്കും നല്ല സമയം ആയതുകൊണ്ടും ഈശ്വരാധീനം ഒരുപാടുള്ളതുകൊണ്ടും പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകൂ. പുതിയ ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും സമ്മാനമായിട്ട് ലഭിക്കാനും കഴിവുകൾ അംഗീകരിക്കപ്പെടാനും സാധ്യതയുള്ള സമയമാണ്. കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അയവുകൾ വരുന്നതാണ്. വരുമാനത്തിലെ തടസ്സങ്ങൾ മാറിത്തുടങ്ങും. പരിഹാരം ചെയ്യുന്ന മുറയ്ക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടാകും. വാക്കുകൾ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ടതാണ്. ചില വാക്കുകളിൽ വരുന്ന തെറ്റിദ്ധാരണ വലിയ ബന്ധങ്ങൾ അകലുന്നതിന് കാരണമാകാൻ സാധ്യതകൾ കാണുന്നു. വിദ്യാർത്ഥികൾ നിരന്തരമായ ഉത്സാഹം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യവസായികൾക്കും കൃഷിക്കാർക്കും വലിയ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ചില നല്ല തുടക്കങ്ങൾ ഉണ്ടാവാനും കൈത്തൊഴിൽ മേഖലയിലുള്ളവർക്ക് വിദേശ യാത്രയ്ക്കും സാധ്യതയുണ്ട്. വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും പുതിയ തുടക്കങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പുതിയ ഗൃഹം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾക്കും പ്രവർത്തനങ്ങൾക്കും നാന്ദി കുറിക്കും. വിദേശത്തുള്ളവർ കർമ്മമേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കർമ്മതടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കഫജന്യമായ അസുഖങ്ങൾ ഉണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. കല, സാഹിത്യം, അധ്യാപനം തുടങ്ങിയ മേഖലയിൽ കർമ്മനിരതരായവർ പരിഹാരങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുക. അവരുടെ വലിയ തടസ്സങ്ങൾ മാറി സമസ്ത മേഖലകളിലും ഐശ്വര്യപ്രാപ്തി കൈവരും. വിവാഹമോചിതർക്ക് പുനർവിവാഹത്തിനും വിവാഹം നടക്കാൻ തടസ്സം നേരിടുന്നവർക്ക് നല്ല ആലോചനകൾക്കും സാധ്യതയുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശനിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുകയും ഗൃഹത്തിൽ ഒരു എള്ളുതിരി കത്തിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി നോക്കാം രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച്. ജന്മത്തിൽ രാഹുവും സപ്തമത്തിൽ കുജനും കേതുവും അഷ്ടമത്തിൽ ശുക്രനും നിൽക്കുന്നത് കൊണ്ട് ഇനിയുള്ള ഒരാഴ്ചക്കാലം, അതായത് ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങൾ ഇവർക്ക് ഭാഗ്യം വാരിക്കോരിച്ചൊരിയും. 20, 22, 41 എന്നീ സംഖ്യകൾ ഉള്ള ലോട്ടറികളോ 94, 47 എന്നീ സംഖ്യകൾ ഉള്ള ലോട്ടറികളോ തിരഞ്ഞെടുത്താൽ ഇവർക്ക് വിജയം സുനിശ്ചിതമാണ്. വരുന്ന ആഴ്ചയിൽ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അലസത വളരെ വേഗം തന്നെ ഇവരെ വിട്ടൊഴിയും. അതുപോലെ തലയിലും ശരീരത്തിൽ മുഴുവനായും മാനസികമായും അനുഭവപ്പെടുന്ന വേദനകൾക്കും ശമനം കണ്ടു തുടങ്ങും.
രോഗികൾക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചികിത്സ ലഭിക്കുകയും അതുപോലെ രോഗമുക്തിക്കും സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയും യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കുള്ള തടസ്സങ്ങളും നീങ്ങിക്കിട്ടും. വൈവാഹിക ബന്ധങ്ങൾ, ദാമ്പത്യം എന്നിവ കെട്ടുറപ്പോടെ നിലനിൽക്കാൻ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതാണ്. പൂർവികമായ ധനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ദമ്പതികൾ ക്ഷമയോട് ജീവിതം മുന്നോട്ടു നീക്കാനും ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സ്വയമേവ പരിഹരിച്ചു കിട്ടും. ആഭരണങ്ങൾ നഷ്ടപ്പെടാതെയും കളഞ്ഞു പോകാതെയും ശ്രദ്ധിക്കുക. ഗുരുനാഥന്മാരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹം വളരെ കൂടുതലായിട്ട് ലഭിക്കുന്ന സമയമാണ്. അവരെ വേണ്ട രീതിയിൽ ശുശ്രൂഷിച്ചും സന്തോഷിപ്പിച്ചും ജീവിതം സഫലമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. വ്യവസായികൾക്കും കച്ചവടക്കാർക്കും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരും. പുതിയ ഗൃഹനിർമ്മാണത്തിനും ആലോചിക്കാവുന്നതാണ്. കാലങ്ങളായിട്ട് നേരിട്ട കർമ്മതടസ്സങ്ങൾ മാറിത്തുടങ്ങും. തൊഴിൽ ലഭ്യത ഈ ഡിസംബർ അവസാനിക്കും മുൻപ് തന്നെ ഇവർക്ക് സാധ്യതകൾ കാണുന്നു. ഒപ്പം ഗവൺമെൻറ് ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടക്കും. ശരീരത്തിൽ രോഗഭീതി വരുമെങ്കിലും അത് സുഖപ്പെടും. മൂത്രാശയ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, പ്രമേഹജന്യ രോഗങ്ങൾ എന്നിവ കൂടുതൽ ശ്രദ്ധിക്കണം. തലവേദന, സന്ധികളിൽ വേദന എന്നിവ സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലാക്കുന്നതും നല്ലതാണ്. ദോഷപരിഹാരങ്ങൾക്ക് ദേവീഭജനം, ദുർഗാദേവിക്ക് പുഷ്പസമർപ്പണം, ദീപസമർപ്പണം, പായസം, ശ്രീ സൂക്ത പുഷ്പാഞ്ജലി എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നോക്കാം നമുക്ക് പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച്. ഇവർക്കും വലിയ ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴനും ബുധനും സഞ്ചരിക്കുന്നത് കൊണ്ട് ഏറെ സൗഭാഗ്യങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. കൂടുതൽ ഭാഗ്യങ്ങൾക്കായിട്ട് കുറച്ച് ഈശ്വരഭജനവും ശ്രദ്ധയും വർദ്ധിപ്പിക്കണം. ഇവർ 02, 07, 13, 61 എന്നീ സംഖ്യകളിൽ അവസാനിക്കുന്ന ലോട്ടറികൾ തിരഞ്ഞെടുത്താൽ സൗഭാഗ്യം ഉറപ്പായിട്ടും ലഭിക്കും. എല്ലാ അനിഷ്ടിതകളും ഇവരെ വിട്ടൊഴിയും. ആത്മവിശ്വാസം കൈവിടാതെ നേരിടുകയും ആപത്തുകൾ ഒഴിവാക്കുകയും ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ദാമ്പത്യ കലഹങ്ങൾക്കും വിവാഹ തടസ്സങ്ങൾക്കും ഉള്ള സാധ്യതകൾ വിട്ടൊഴിയും. വേഗം നടക്കേണ്ടതായ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് നടക്കും. മാനസികമായ ബുദ്ധിമുട്ടുകളും വിഷമതകളും ഇവരെ വിട്ടൊഴിയും. മനഃശാസ്ത്രപരമായിട്ട് തന്നെ മനസ്സിലെ വിഷമങ്ങൾ പരിഹരിക്കാൻ ശ്രദ്ധിക്കണം. ആത്മപ്രഭാവം വർദ്ധിക്കുവാനും സഹായങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നു. വാഹന അപകടങ്ങൾ ശ്രദ്ധിക്കണം. കാലുകൾക്ക് വേദന, പൊട്ടൽ, മുറിവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വിശ്വാസവഞ്ചനകൾ സൂക്ഷിക്കുക. കർഷകർ, കൈത്തൊഴിലുകാർ എന്നിവർക്ക് നല്ല തുടക്കങ്ങൾ ലഭിക്കും. സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ കൂടി നടത്തണം. ബന്ധുജനങ്ങളുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ലതുപോലെ ശ്രദ്ധയോടെ നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളിലെ അലസതകൾ വിട്ടൊഴിയും. ഇവർ വിദ്യാഭ്യാസത്തിൽ വിജയിക്കുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്ത്രഭജനവും ശനിയാഴ്ച വ്രതവും അനുഷ്ഠിച്ച് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പൂരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരും ദിവസങ്ങൾ നല്ല സമയം തന്നെയാണ്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും അയവുകൾ പ്രതീക്ഷിക്കാം. ചെറിയ കുഞ്ഞുങ്ങളിലെ അസുഖങ്ങൾ സുഖപ്പെടാനും വിദ്യാർത്ഥികളിൽ പഠന മികവിനും സാധ്യതകൾ കാണുന്നു. ഇവർ 36, 11, 20 അതുപോലെ തന്നെ 234 എന്നീ സംഖ്യകളിൽ ഒക്കെ അവസാനിക്കുന്ന ലോട്ടറികൾ തിരഞ്ഞെടുത്താൽ സാമ്പത്തികപരമായിട്ട് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. രേഖാപരമായ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. ദാമ്പത്യ സുഖം അനുഭവപ്പെടും. നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടും. മുടങ്ങിക്കിടക്കുന്ന യാത്രകളുടെ തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും.
കല, സാഹിത്യം, അധ്യാപനം എന്നീ മേഖലയിൽ ഉള്ളവർക്ക് കൂടുതൽ മികവ് തെളിയിക്കാൻ സാധിക്കും. വ്യവസായികൾ, കച്ചവടക്കാർ എന്നിവർക്ക് കൂടുതൽ ധനസമ്പാദനം സാധ്യമാകും. പ്രമേഹജന്യ രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, വാതജന്യ രോഗങ്ങൾ എന്നിവ വരാതെ ശ്രദ്ധിക്കണം. വൈദ്യുതി, ജലം തുടങ്ങിയവയിൽ നിന്നുള്ള ആപത്തുകളും ഇവർക്ക് ഒഴിവാകും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന ഗൃഹത്തിൽ രാമായണ പാരായണം നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.